ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ തിരിച്ചുവരവിന്റെ പാതയിൽ. ചരക്കുസേവന നികുതി വരുമാനത്തിൽ വർധന. ജമ്മുകശ്മീരിൽ ഹിസ്ബുൾ മുജാഹിദ്ദീൻ തലവൻ സൈഫുള്ളയെ സേന വധിച്ചു. അസമിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കും. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 91.54% പിന്നിട്ടു. കേരളത്തിൽ ഇന്നലെ കൂടുതൽ പേർക്ക് രോഗമുക്തി. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നാളെ. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ചെന്നൈ സൂപ്പർ കിങ്സും ജേതാക്കൾ. വാർത്തകൾ വിശദമായി. കോവിഡ് തളർത്തിയ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തിരിച്ചുവരവിന്റെ പാതയിൽ. രാജ്യത്തെ ചരക്കു സേവന നികുതി വരവിൽ മികച്ച പുരോഗതി നേടിയതായി ധനമന്ത്രാലയം അറിയിച്ചു. 1,50,000-ഓളം രൂപയാണ് കഴിഞ്ഞ മാസത്തിൽ ജിഎസ്ടി ഇനത്തിൽ ലഭിച്ചത്. മുൻ വർഷത്തേതിനേക്കാൾ 10% കൂടുതലാണിത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ മുതൽ നികുതി വരുമാനം ക്രമേണ വർദ്ധിച്ചു വരികയാണ്. ഒക്ടോബറിൽ ലഭിച്ച ജിഎസ്ടിയിൽ കേന്ദ്ര വിഹിതമായി 19,193 കോടിയും സംസ്ഥാന വിഹിതമായി 25,411 കോടി രൂപയും ലഭിച്ചു. ഏകീകൃത ചരക്കു സേവന നികുതിയായി ലഭിച്ചത് 52,540 കോടിയാണ്. ചരക്ക് ഇറക്കുമതി ഇനത്തിൽ ലഭിച്ച 23,000-ഓളം കോടിയും ഉൾപ്പെടെയാണിത്. രാജ്യത്ത് നെല്ല് സംഭരണത്തിൽ വർധന. 2 കോടി മെട്രിക് ടൺ നെല്ലാണ് ഇതുവരെ സംഭരിച്ചത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 21.16% കൂടുതലാണിത്. കഴിഞ്ഞ വർഷം 1,68 ലക്ഷം മെട്രിക് ടൺ സംഭരിച്ചിരുന്നു. 69.8% സംഭരണവും പഞ്ചാബിൽ നിന്നാണ്. 1,42 ലക്ഷം മെട്രിക് ടൺ. 17.23 ലക്ഷം കർഷകരാണ് നടപ്പ് ഖാരിഫ് വിളവെടുപ്പ് കാലത്ത് നെല്ല് സംഭരണത്തിൽ ഗുണഭോക്താക്കളായത്. ജമ്മു കശ്മീരിൽ ഹിസ്ബുൾ മുജാഹിദ്ദീൻ കമാൻഡർ സൈഫുള്ളയെ സുരക്ഷാ സേന ഏറ്റുമുട്ടലിൽ വധിച്ചു. ശ്രീനഗറിലെ രംഗ്രത്തിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. പ്രദേശത്ത് ഭീകര സാന്നിധ്യമുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് തെരച്ചിൽ ആരംഭിച്ചത്. അതിനിടെയാണ് ഭീകരരുടെ ഭാഗത്തുനിന്നും ശക്തമായ വെടിവയ്പുണ്ടായത്. നിരവധി ഭീകരാക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച സൈഫുള്ളയ്ക്കായി സേന തെരച്ചിൽ നടത്തിവരികയായിരുന്നു. കഴിഞ്ഞ മെയ് മാസത്തിൽ ഹിസ്ബുൾ ചീഫ് കമാൻഡർ റിയാസ് ഹായിക്കോ കൊല്ലപ്പെട്ട ശേഷമാണ് സൈഫുള്ള ചുമതലയേറ്റത്. ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പ്രദേശത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ജമ്മു കശ്മീരിൽ ആഭ്യന്തര വ്യോമഗതാഗതം പുനരാരംഭിച്ച ശേഷം ജമ്മു ശ്രീനഗർ വിമാനത്താവളത്തിൽ 3,764 യാത്രക്കാരുമായി 34 വിമാനങ്ങൾ എത്തിച്ചേർന്നു. ജമ്മുവിൽ 1,465 യാത്രക്കാരുമായി 15 ആഭ്യന്തര വിമാനങ്ങളും ശ്രീനഗറിൽ 19 വിമാനങ്ങളിലായി 2,299 യാത്രക്കാരും എത്തിയതായി ആകാശവാണി ലേഖകൻ അറിയിച്ചു. കോവിഡ് സാഹചര്യത്തിൽ കേന്ദ്ര ഭരണകൂടം 3,875 യാത്രക്കാരെ വിവിധ രാജ്യങ്ങളിൽ നിന്നും എത്തിച്ചു. ഇന്ത്യൻ റെയിൽവേയുടെ വരുമാനത്തിൽ വർധന. ചരക്കു നീക്കങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ മാസം റെയിൽവേയ്ക്ക് മികച്ച നേട്ടമുണ്ടായത്. 108.16 ദശലക്ഷം ടൺ ചരക്ക് ഗതാഗതമാണ് ഇക്കാലയളവിൽ റെയിൽവേ നടത്തിയത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 15% കൂടുതലാണിത്. മുംബൈയിൽ 753 ട്രെയിനുകൾ ഇന്നു മുതൽ ഓടിത്തുടങ്ങും. ആകെ 2,773 ട്രെയിനുകളാണ് നിലവിൽ മുംബൈയിൽ സർവീസ് നടത്തുന്നത്. ഇതുവഴി യാത്രക്കാർക്ക് സുരക്ഷിതവും സൌകര്യപ്രദവുമായ യാത്ര ഒരുക്കുകയാണ് ലക്ഷ്യമെന്ന് റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. അസമിൽ അപ്പർ പ്രൈമറി മുതൽ സർവകലാശാലാ തലം വരെയുള്ള ക്ലാസുകൾ ഇന്നു മുതൽ പുനരാരംഭിക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ക്ലാസ് ആരംഭിക്കുകയെന്ന് വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ബി കല്യാൺ ചക്രവർത്തി അറിയിച്ചു. ഹാജർ നിർബന്ധമാക്കില്ല. സമയക്രമ പട്ടിക സംബന്ധിച്ച കാര്യങ്ങൾ സ്ഥാപന അധികൃതർക്ക് തീരുമാനിക്കാം. ഓൺലൈൻ രീതിയിലുള്ള ക്ലാസുകൾ തുടരാമെന്നും വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി അറിയിച്ചു. അസമിലെ തേയിലത്തോട്ട പ്രദേശങ്ങളിൽ 119 മോഡൽ ഹൈസ്കൂളുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ തുടക്കം കുറിച്ചു. ക്ലാസ് മുറികൾ, അധ്യാപകരുടെ വിശ്രമ മുറികൾ, ഭിന്നശേഷിക്കാർക്കും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പ്രത്യേകം ശുചിമുറികൾ എന്നിവ ഇതിന്റെ ഭാഗമായി നിർമ്മിക്കും. ബീഹാറിൽ നിയമസഭയിലേക്കുള്ള രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു. പട്ന, വൈശാലി, സീതാമർഗി, ദർഭംഗ, മധുബാനി എന്നീ ജില്ലകൾ ഉൾപ്പെടെ 17 ജില്ലകളിലെ 94 നിയോജക മണ്ഡലങ്ങളിൽ നാളെ വോട്ടെടുപ്പ് നടക്കും. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് തെരഞ്ഞെടുപ്പ് വൃത്തങ്ങൾ അറിയിച്ചു. മധ്യപ്രദേശിൽ 28 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഇന്നലെ അവസാനിച്ചു. നാളെയാണ് വോട്ടെടുപ്പ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ.
ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ബന്ധപ്പെടാം. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 91.54% പിന്നിട്ടു. 5,70,000-ഓളം പേരാണ് ചികിത്സയിലുള്ളത്. 47,000-ഓളം പേർക്ക് കൂടി കഴിഞ്ഞ 24 മണിക്കൂറിൽ രോഗം സ്ഥിരീകരിച്ചതോടെ കോവിഡ് ബാധിതരുടെ എണ്ണം 81,84,000 കവിഞ്ഞു. 1,22,000-ലേറെ പേർ കോവിഡ് ബാധിച്ചു മരിച്ചു. 1.49% മരണനിരക്ക്. കേരളത്തിൽ ഇന്നലെ കൂടുതൽ പേർക്ക് കോവിഡ് രോഗമുക്തി. 8,511 പേർക്ക് രോഗം ഭേദമായപ്പോൾ 7,025 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 28 മരണങ്ങളും ഇന്നലെ സ്ഥിരീകരിച്ചു. 65 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 6,163 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 712 പേരുടെ സമ്പർക്ക പശ്ചാത്തലം വ്യക്തമല്ല. കഴിഞ്ഞ 24 മണിക്കൂറിൽ 50,010 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 89,675 പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. തമിഴ്നാട്ടിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 20,994 താഴ്ന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2,504 പേർക്ക് രോഗം റിപ്പോർട്ട് ചെയ്തു. 686 പേർ ചെന്നൈയിലാണ്. 3,644 പേർ രോഗമുക്തരായി. ഇന്നലെയോടെ ആകെ പരിശോധനകളുടെ എണ്ണം 1 കോടി കവിഞ്ഞു. 30 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ സംസ്ഥാനത്ത് ആകെ മരണം 11,152 ആയി. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 58 പോലീസുകാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ സേനയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 26,589 ആയി. 1,386 പേർ ചികിത്സയിലാണ്. 24,919 പേർ രോഗമുക്തരായി. പോലീസ് സേനയിലെ കോവിഡ് മരണം 284 ആയി. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 4,64,00,000-ലേക്ക്. 1,17,00,000-ലധികം പേരാണ് ചികിത്സയിലുള്ളത്. ഇതുവരെ 12 ലക്ഷത്തിലേറെ പേർ മരണമടഞ്ഞു. അമേരിക്കയിലും ഫ്രാൻസ്, ബ്രിട്ടൻ, ഇറ്റലി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലും പ്രതിദിന രോഗബാധിതരുടെ എണ്ണം കുത്തനെ ഉയർന്നിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരങ്ങളിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും ചെന്നൈ സൂപ്പർ കിങ്സിനും വിജയം. വിശദാംശങ്ങളുമായി സുരേഷ്. രാജസ്ഥാനെ 60 റൺസിനാണ് കൊൽക്കത്ത പരാജയപ്പെടുത്തിയത്. ഈ തോൽവിയോടെ രാജസ്ഥാൻ ടൂർണമെന്റിൽ നിന്ന് പുറത്തായപ്പോൾ കൊൽക്കത്ത പ്ലേ ഓഫ് സാധ്യത നിലനിർത്തി. 35 പന്തിൽ നിന്ന് 68 റൺസ് നേടിയ ഇയോൺ മോർഗനും 25 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് വീഴ്ത്തിയ രാഹുൽ തെവാത്തിയയും കൊൽക്കത്തയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവച്ചു. മറ്റൊരു മത്സരത്തിൽ പഞ്ചാബിനെ 9 വിക്കറ്റുകൾക്ക് ചെന്നൈ പരാജയപ്പെടുത്തി. 6 വിക്കറ്റ് നഷ്ടത്തിൽ പഞ്ചാബ് 153 റൺസ് നേടിയപ്പോൾ 18.5 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ ചെന്നൈ ലക്ഷ്യം കണ്ടു. ചെന്നൈയും പഞ്ചാബും പ്ലേ ഓഫിൽ നിന്ന് പുറത്തായി. ഇന്ന് അബുദാബിയിൽ ഡൽഹി ക്യാപിറ്റൽസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഏറ്റുമുട്ടും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഈ വർഷത്തെ വനിതാ 2020യുടെ ടൈറ്റിൽ സ്പോൺസറായി റിലയൻസ് ജിയോയെ BCCI പ്രഖ്യാപിച്ചു. ആദ്യമായാണ് വനിതാ 2020യിൽ സ്പോൺസർ പങ്കാളിത്തം വഹിക്കുന്നത്. IPL 2020 വെബ്സൈറ്റിലൂടെയാണ് BCCI ഇക്കാര്യം അറിയിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നാളെ. നിലവിൽ 9.3 കോടിയോളം പേർ തപാൽ വോട്ട് രേഖപ്പെടുത്തി. റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി ജോ ബൈഡനും തമ്മിലാണ് മത്സരം. പ്രചാരണം ആദ്യഘട്ടത്തിലാണ്. ട്രംപ് മിഷിഗൺ, അയോവ, നോർത്ത് കരോലിന, ജോർജിയ, ഫ്ലോറിഡ സംസ്ഥാനങ്ങളിൽ 5 റാലികളിൽ പങ്കെടുത്തു. ബൈഡൻ പെൻസിൽവാനിയയിലാണ് പ്രചാരണം നടത്തുന്നത്. 2016നേക്കാൾ 3-2 വോട്ട് നിലവിൽ രേഖപ്പെടുത്തി. ലിബിയയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ദൌത്യ സംഘത്തിന്റെ 3 ദിവസത്തെ യോഗം നാളെ ആരംഭിക്കും. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുത്തുന്നതിനാണ് യോഗം. ഒക്ടോബർ 23-നാണ് ജനീവയിൽ ഇരുവിഭാഗവും വെടിനിർത്തൽ കരാർ ഒപ്പിട്ടത്. ആദ്യമായാണ് ലിബിയയിൽ യോഗം ചേരുന്നത്. 1 ദശാബ്ദമായി ലിബിയയിൽ ആഭ്യന്തര സംഘർഷമാണ്. 2011-ലാണ് ലിബിയൻ ഏകാധിപതി മൊഹമ്മർ ഗദ്ദാഫി കൊല്ലപ്പെട്ടത്. അൾജീരിയയിൽ പ്രസിഡന്റിന്റെ അധികാരത്തിന് പരിധി നിശ്ചയിക്കാനും പുതിയ അവകാശങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതുമായ ഹിതപരിശോധനയിൽ ജനഹിതം രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ച ജനകീയ പ്രക്ഷോഭത്തെ തുടർന്നാണ് ഭരണഘടനാ ഭേദഗതികൾ വരുത്താനുള്ള ഹിതപരിശോധനയ്ക്ക് പ്രസിഡന്റ് അബ്ദുൾ മജീദ് തെബ്ബൌൺ നിർബന്ധിതനായത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ തിരിച്ചുവരവിന്റെ പാതയിൽ. ചരക്ക് സേവന നികുതി വരുമാനത്തിൽ വർധന. ജമ്മു കശ്മീരിൽ ഹിസ്ബുൾ മുജാഹിദ്ദീൻ തലവൻ സൈഫുള്ളയെ സേന വധിച്ചു. അസമിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കും. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 91.54% പിന്നിട്ടു. കേരളത്തിൽ ഇന്നലെ കൂടുതൽ പേർക്ക് രോഗമുക്തി. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നാളെ. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ചെന്നൈ സൂപ്പർ കിങ്സും ജേതാക്കൾ. വാർത്തകൾ കഴിഞ്ഞു.
ഇനി വാർത്തകൾ 10:15-ന്.